നമ്മളില്ലെങ്കിൽ ഈ ദീന് പരാജയപ്പെട്ടു പോകുമോ? നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നന്മ കൽപ്പിക്കാൻ നമ്മളില്ലെങ്കിൽ ആ മൂല്യങ്ങൾ ഇവിടെ അവസാനിച്ചു പോകും എന്നുള്ളതല്ല ശരി. അള്ളാഹുവിന് അവയെ നിലനിർത്താൻ യഥാർത്ഥത്തിൽ നമ്മുടെ സഹായം ആവശ്യമില്ല. അബ്രഹത്തിന്റെ സൈന്യത്തെ ചെറിയ പക്ഷികളെ കൊണ്ട് പരാജയപ്പെടുത്തിയ അള്ളാഹുവിന് വേണമെങ്കിൽ അവയേക്കാൾ മികച്ച മലക്കുകളെ കൊണ്ട് കാബയെ സംരക്ഷിക്കാമായിരുന്നു. ഇനി അതല്ലെങ്കിൽ മലക്കുകളെപ്പോലും ആവശ്യമില്ലാതെ അത് ചെയ്തു തീർക്കാമായിരുന്നു. അവന്റെ പദ്ധതിയിൽ ശരിക്കും നമ്മളൊരു അവശ്യ ഘടകമല്ല എന്നുള്ളതാണ് ശരി. എന്നിട്ടും അള്ളാഹു നമ്മളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാർ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാവുക. ഇത്രയും വലിയ ദൗത്യത്തിലേക്ക് നമ്മുടെ ദൗർബല്യങ്ങൾക്കിടയിലും നമ്മെ അവൻ തിരഞ്ഞെടുക്കുന്നു. അത് അള്ളാഹുവിന്റെ ശക്തിയുടെ കുറവ് കൊണ്ടല്ല, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഈ മഹത്തായ കർമ്മത്തിൽ ഉൾപ്പെടാൻ റബ്ബ് നമുക്ക് അവസരം നൽകുകയാണ്. അള്ളാഹുവിനെ സഹായിക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നീയത്ത് ഒന്ന് മോഡിഫൈ ചെയ്തു നോക്കൂ. ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു എന്ന് ആലോചിക്കുന്നതിന് പകരം ഈ ബഹുമതിയിൽ എന്നെ ഉൾപ്പെടുത്തിയതിന് അള്ളാഹുവേ നിനക്ക് നന്ദി എന്ന് പറയുക. നമ്മുടെ ഏറ്റവും മികച്ച സംഭാവന, അത് പണമായാലും ശബ്ദമായാലും നമ്മുടെ സമയമായാലും, അത് നൽകാൻ നാം തയ്യാറാവുക. നമ്മളില്ലെങ്കിലും അള്ളാഹുവിന്റെ പ്ലാൻ ഒക്കെ നടക്കും. എന്നാൽ നമ്മുടെ സ്വർഗലബ്ധിക്ക്, വിചാരണ ദിവസം അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നതിന് ഈ ദൗത്യത്തിൽ നമ്മൾ ഉൾപ്പെട്ടേ മതിയാകൂ. ഇതൊരു ഭാരമല്ലല്ലോ, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് അല്ലേ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ.